സാധാരണമായ സ്കൂൾ അന്തരീക്ഷത്തിൽ പോയിട്ട് ഫാഷൻ ടെക്നോളജി പോലെയും ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് പോലെയുള്ള ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ കലയെയും ഈ ടെക്നോളജിയൊക്കെ കാണുന്ന രീതി തന്നെ നമ്മുടെ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എങ്ങനെയായിരുന്നു അവിടുത്തെ റിസപ്ഷൻ ഈ കാലത്ത്? ഞാൻ ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്തത് ലിഫ്റ്റിലാണ്, ഹൈദരാബാദ്. അത് ഞാൻ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലാണ് ചെയ്തത്. അതിന് ശേഷമാണ് പുറത്ത് MA പഠിക്കാനുള്ള തീരുമാനം. അപ്പം അന്ന് എനിക്ക് പ്രിൻ്റഡ് ടെക്സ്റ്റൈൽസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. കാരണം സാർ പറഞ്ഞ പോലെ ഞാൻ വരയ്ക്കുമായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ആ ഒരു ടാലൻറ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഫാഷനും കൂടെ കൂട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് പ്രിൻ്റഡ് ടെക്സ്റ്റൈൽസിനാണ്. അപ്പം അതിലാണ് ഞാൻ അവിടെ പോയി സ്പെഷ്യലൈസ് ചെയ്തത്. ഇവിടുത്തെയും അവിടുത്തെയും ഒരു ഡിഫറൻസ് ഞാൻ പറയുവാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു വെൽക്കമിങ് ആണ്. ഇപ്പോൾ നമുക്ക് തെറ്റുകൾ വന്നാലും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ ടീച്ചേഴ്സും നമ്മുടെ അതേ ഒരു ലെവലിലേക്ക് വന്നിട്ടാണ് അവരെ അസസ് ചെയ്യുന്നതും എല്ലാം കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്ന വർക്കിൻ്റെ കാര്യം നമുക്ക് ഇപ്പോൾ ഞാൻ ഇത്തിരി പഠിച്ച സമയത്ത് ടീച്ചേഴ്സിൻ്റെ രീതിയിൽ അവരുടെ ഈസ്തറ്റിക്സിനനുസരിച്ച് റിലേറ്റീവ് മാർക്കിങ്ങാണ് നമുക്കുണ്ടാവുക. അപ്പോൾ അവരുടെ ഈസ്തറ്റിക്സിനനുസരിച്ച് നമ്മുടെ വർക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ്. ഇനി അങ്ങനെയല്ലെങ്കിൽ അവിടെ ഒരു ക്ലാഷ് വരാൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും കുറച്ചും കൂടെ അക്കോമഡേറ്റിംഗ് ആണ്. പിന്നെ ടീച്ചേഴ്സ് ആയാലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ നോളജബിൾ ആയിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷേ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവരൊരു കുട്ടി കേൾക്കുന്ന പോലെ ആണ്, അവർ എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് അവർ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ ഒരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ നമ്മളെ കോൺഫിഡൻസ്, പബ്ലിക് സ്പീക്കിംഗ് പോലെയുള്ള കാര്യത്തിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ ഒരു ഓഡിയൻസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ നാട്ടിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും ടാലൻറ്റഡ് ആണ്, അവിടെ അത്രയും ഇല്ല. അപ്പം നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ വളരെ അപ്രിസിയേഷൻ നമുക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ നന്നായി കഷ്ടപ്പെടണം. പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ച് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് അവിടെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഞാൻ നാട്ടിലേക്ക് തിരിച്ച് വരാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ ഏറ്റവും സൗകര്യമുള്ളതും ഏറ്റവും സന്തോഷമുള്ളതും നമ്മുടെ സ്വന്തം നാട്ടിലാണ്. അപ്പോൾ വേറെ രാജ്യത്ത് പോയാൽ നമ്മളവിടെ സെക്കൻഡ് സിറ്റിസൺസ് ആണ്. ആ ഒരു ഇതില്ലാണ്ട് സ്വന്തം നാട്ടിൽ നമ്മളെ ടാലൻറ്റ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് നാട്ടിൽ കോളേജിൽ പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളവിടെ ഇതിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് അവരുടെ ഒരു മെത്തഡോളജി, അവരുടെ ഒരു എസ്തെറ്റിക്സും അതിനെ ഫ്രെയിം ചെയ്തിട്ട് അപ്പോൾ അത് തരം കോപ്പിങ് പോലെ ആയിത്തീരും. നമ്മുടെ ക്രിയേറ്റീവ് അർജും ക്രിയേറ്റീവ് പവറും പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഒന്നിൻ്റെ തന്നെ ഛായ പോലെ ആണ് എല്ലാ കുട്ടികളെയും ഒരേപോലെ ആക്കിയെടുക്കാനാണ് വീട്ടിൽ. അവിടുത്തെ പീറും പുറത്ത് പോയിട്ട് അവിടെയുള്ള പീർ ഗ്രൂപ്പ് അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ പിയർ ഗ്രൂപ്പ് കൈൻഡ് ഓഫ് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരും ക്രിയേറ്റീവ്സ് ആയതുകൊണ്ട് അവർ നമ്മൾ എന്തൊക്കെ വിയേർഡ് ഐഡിയാസ് നമുക്കറിയാമല്ലോ, പണ്ടുള്ള ആളുകൾ വിയേർഡ് ഐഡിയാസാണ് പിന്നീട് നല്ല ഡിസൈൻസ് ആയിട്ടും നല്ല ചിത്രങ്ങളായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഐഡിയാസ് എല്ലാം അവർ വെൽക്കമിങ് ആണ്. എല്ലാവരും ഗ്രൂപ്പ് ഡിസ്കഷൻസിലൊക്കെ ആളുകളെല്ലാവരും പങ്കെടുക്കും. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു വർക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള രീതിയിലാണ് അവിടെ അവർ വെൽക്കമിങ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ മാറ്റങ്ങൾ ഉദ്ദേശിച്ചത്. പിയർ ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടുപേരതും നന്നായി തന്നെയാണ് അവർ രണ്ടുപേരും പോകുന്നത്. ഇവിടെ നമുക്ക് പുറത്തൊക്കെ നോക്കുമ്പോൾ നമ്മൾ AI ഒരു കാലമാണ്. AI എന്ന് പറയുന്നത് എല്ലാ അതിനെയും കോപ്പി ചെയ്തിട്ട് കമ്പ്യൂട്ടർ പെർഫെക്ഷനോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പോൾ ഈ പ്രിൻറ്റിംഗ് ടെക്നോളജിയിലും ഒക്കെ തന്നെയാണെങ്കിലും ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്ങിലായാലും ഒക്കെ തന്നെ ഈ പെർഫെക്ഷനും കോപ്പിയും എന്ന് പറയുന്നത് ഒരു മെഷീന് ചെയ്യാൻ പറ്റുന്ന ഒന്നായി കഴിഞ്ഞു. ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇത് ഏതുതരം ചാലഞ്ചിനെയാണ് നന്ദനയ്ക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്നത്?
അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്യുന്നത്? അപ്പോൾ ഈ AI-യുടെ കാര്യം വന്നപ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ആർട്ടിസ്റ്റുകളെയും ഡിസൈനേഴ്സിനെയാണ് എന്നൊരു ചർച്ച മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു പോസ്റ്റ് വായിക്കുകയുണ്ടായിരുന്നു. ഈ AI-ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു കമാൻഡ് കൊടുക്കണം. അപ്പോൾ ആ കമാൻഡ് കൊടുക്കുന്നത് എപ്പോഴും ഡിസൈനേഴ്സോ ആർട്ടിസ്റ്റുകളോ ക്രിയേറ്റീവ് സ്പേസിൽ നിന്നാണ് ആ കമാൻഡ് വരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അവർക്ക് AI ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത് പോലെ അതൊരു ടൂള് ആണ്. പിന്നെ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എപ്പോഴും ഒറിജിനൽ ആയിട്ടുള്ള ആർട്ട് വർക്ക്സിനോടാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അത് റോ ആയിട്ട് ആളുകൾ ചെയ്ത കാര്യങ്ങൾ, അതായത് ഒറിജിനൽ ആയിട്ടുള്ള പീസസിനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. AI വന്നതൊരു ഉപകാരപ്രദമായ കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ ഫീൽഡിലുള്ള ജോലികളോ ആർട്ടിസ്റ്റുകളുടെ അവസരങ്ങളോ ഒന്നും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന വിധം പവർഫുൾ ആയിട്ടില്ല ഇപ്പോൾ എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. വളരെ ചിട്ടയുള്ള ഇപ്പം ഭരതനാട്യം, ഡാൻസ് അങ്ങനെയുള്ളത്, അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ പുതിയ കൊറിയോഗ്രാഫി ചെയ്യാൻ നമ്മൾ നിർദ്ദേശിക്കാതെ തന്നെ AI പ്രാപ്തമായി കഴിഞ്ഞു. അപ്പം അതിൻ്റെ മോഡൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇങ്ങനെ കോപ്പിയിങ് എന്നുള്ളത് വിട്ട് കഴിഞ്ഞിട്ട് കമ്പോസിങ് എന്നുള്ള നിലയിലേക്ക് AI മാറിക്കഴിഞ്ഞു. ലാർജ് മോഡൽസ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവും. അത്ര ഒരു ഘട്ടത്തിൽ നമുക്ക് ക്രിയേറ്റീവായ നമുക്ക് അതിനെ ലീഡ് ചെയ്യാൻ പറ്റുമോ, അതോ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും? അടിമകളായി പോകുന്നതാണ്. ഇപ്പോൾ എന്ത് മാറ്റം വരുമ്പോഴും നമ്മൾ ആദ്യം അതിലേക്ക് വല്ലാണ്ട് അട്രാക്റ്റഡ് ആയിട്ട് പോകും. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം നമുക്കതിലൊരു വിരസത വരാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒറിജിനൽ പീസസിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹ്യൂമൻ ബ്രെയിനിൻ്റെ അത്രയും ക്രിയേറ്റീവായിട്ടും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂൾ എന്തായാലും AI ഹ്യൂമൻ ക്രിയേറ്റഡ് ആണ്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളിനെ റീപ്ലേസ് ചെയ്യാൻ AI-ക്ക് സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അതെ. കാരണം അവിടെ ആളുകൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള വർക്കിനാണ് താല്പര്യം. അപ്പോൾ അതൊരു പുറത്തുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പോൾ അവിടെ എന്താ വളരെ ഡെവലപ്ഡ് ആണ് എല്ലാവരും. പക്ഷേ അങ്ങനെ AI ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങളായിരിക്കണമല്ലോ ഇതിലേക്ക് പോവേണ്ടത്. പക്ഷേ അവിടെ ആളുകൾ ആർട്ട് ഗാലറീസ് ആയാലും ഇപ്പം നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം ആയാലും ബ്രിട്ടീഷ് മ്യൂസിയം ആയാലും അവിടെയൊക്കെ ഇപ്പോഴും വളരെ തിരക്കോടുകൂടെയാണ് ആളുകൾ വരുന്നതും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും എക്സിബിഷൻസ് നടത്തുന്നതൊക്കെ. ഒരുപാട് മ്യൂസിയങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു കാലഘട്ടം കൊണ്ട് നമ്മൾ AI-യിലേക്കോ AI ജനറേറ്റഡ് ആർട്ടിലേക്കോ അങ്ങനത്തെ എക്സിബിഷൻസിലേക്കൊക്കെ മാറേണ്ടതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് നമ്മളുടെ ഒരു വിജയമാണ്. ഈ ലണ്ടൻ പോലത്തെ ഒരു സിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് മ്യൂസിയങ്ങളും ഒരുപാട് ഒറിജിനൽ വർക്ക് നമുക്ക് കാണാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഉള്ള അവിടെ പോയി കഴിഞ്ഞപ്പോൾ നന്ദനയുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അതിനെ കാണുകയൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ് അതിനൊന്ന് വിശദീകരിക്കണം. ഞാൻ നാഷണൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ പോവുകയുണ്ടായി. അത് അവിടെയാണ് വാൻഗോഗിൻ്റെ സൺഫ്ലവേഴ്സ് പ്രദർശിപ്പിച്ചിരുന്നത് ഒറിജിനൽ. അപ്പം അതെനിക്ക് അച്ഛൻ വരയ്ക്കുന്നുണ്ട്. അച്ഛൻ ചെറുപ്പത്തിൽ ഈ പിക്ചേഴ്സൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഓർമ്മയാണ്. അപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റിയ അവസരം എനിക്ക് ഭയങ്കര ഒരു പ്രൈസ്ലെസ് മൊമെൻ്റ് ആയിരുന്നു എനിക്കത്. കാരണം നമ്മളിത് പിക്ചേഴ്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കിത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം പുറത്തുള്ള രാജ്യത്താണ് അത്. ഇപ്പോൾ മൊണാലിസ ആണെങ്കിലും പാരീസിലാണ്. അതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിൽ എത്രയോ ദൂരെയാണ്. നമ്മൾ ഈ ഫോണിലൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അന്ന് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അച്ഛനെയും വീഡിയോ കോൾ ചെയ്തിട്ട് അച്ഛനെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ നേരിട്ട് നേക്കഡ് ആയിക്കൊണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു അതിനെക്കാട്ടും വളരെ നല്ലതാണ്. പിന്നെ അതിൻ്റെ ഒരു നല്ലൊരു നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് സ്ട്രോക്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വെച്ചാൽ ഇത്ര അടുത്താണ് പെയിൻറ്റിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കുന്നത് ചാക്ക് പോലത്തെ ഒരു മെറ്റീരിയലിൻ്റെ മോളാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ ആ പെയിൻറ്റിങ് ജസ്റ്റ് ഫിനിഷ് ചെയ്തതിൻ്റെ ചെറിയൊരു അതിലാണ് ഞാൻ ആ മെറ്റീരിയൽ കണ്ടത്. അപ്പോൾ പണ്ട് വായിച്ചിട്ടുണ്ട് വാൻഗോഗ് ഇങ്ങനെ അവരുടെ സഹോദരൻ അയച്ചു തരുന്ന കാശ് കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ആള് ഭക്ഷണത്തിനും താമസത്തിനും ഒന്നും അത് ചിലവഴിക്കാതെ ഈ സ്റ്റേഷനറി സാധനം ബ്രഷും പെയിൻറ്റും ഒക്കെ വാങ്ങിക്കാനാണ് അത് ഉപയോഗിച്ചത്. എന്നിട്ട് പട്ടിണി കിടക്കുന്ന
സാഹചര്യമായിരുന്നു ആൾക്ക് അന്ന് ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോൾ അന്ന് ക്യാൻവാസ് ഒന്നും വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അത് ഇങ്ങനത്തെ ഒരു ക്യാൻവാസിലൊരു ചാക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ വരച്ചത്. അപ്പോൾ നമ്മൾ എത്ര ക്രിയേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മീഡിയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ എനിക്കറിയില്ല അത് വാക്കുകളിലൂടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു. നൂറ്റാണ്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു അതെ, നമ്മളൊരു ഹിസ്റ്ററി തൊടുന്ന പോലത്തെ ഒരു ഇതായിരുന്നു. അന്നോട് പാരീസിൽ പോകണമെന്ന് പാരീസിൽ പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ കൂടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛനൊരു പാഠമാകട്ടെ, കൂടുതൽ ഇതിൻ്റെ ലോകത്തിൻ്റെ തുറക്കട്ടെ എന്നുള്ള ആശംസിക്കുന്നു.